ഇന്നത്തെ കാലഘട്ടത്തിലും പെട്ടെന്ന് ധനവാനാകാനും താൻ ഒരു ധനികനാണെന്ന് കാണിക്കാനും വേണ്ടി നടത്തുന്ന മത്സരങ്ങൾ ചില്ലറയൊന്നുമല്ല. പണം നേടാനായി രക്തബന്ധങ്ങളെ പോലും മറക്കുവാനും കൊല്ലുവാനും ഒരു മടിയുമില്ലാത്ത കാലഘട്ടത്തിലൂടെയുള്ള യാത്രയാണ്. എവിടെയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി അന്യായമായി സ്വത്ത് സമ്പാദിക്കുവാൻ തിടുക്കം കൂട്ടുന്ന കുറച്ച് മനുഷ്യരെയെങ്കിലും കണ്ടുമുട്ടാനാകും നമുക്ക്. പ്രഭാഷകൻ 5-ാം അധ്യായം 8-ാം വാക്യം. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഒരിടത്ത് ഒരു പാൽ കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു പുഴ കടന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി പാൽ കച്ചവടം നടത്തി വരികയാണ്. ഒരു ദിവസം അയാൾക്ക് തോന്നി, ഈ പാൽ കച്ചവടത്തിലൂടെ കിട്ടുന്ന പൈസ പോരാ, കുറച്ചും കൂടി പൈസ കിട്ടിയിരുന്നെങ്കിൽ. അതിനായി അയാൾ പുഴയിലെത്തുമ്പോൾ പാലിൽ സമൃദ്ധമായി വെള്ളവും ചേർത്തിരുന്നു. കച്ചവടത്തിൽ നിന്ന് ചെലവ് കഴിച്ച് കിട്ടുന്ന പണമെല്ലാം ബാങ്കിലിട്ടു. അയാളുടെ മകളുടെ കല്യാണ ആവശ്യമായിരുന്നു മുന്നിൽ. ഭാര്യയ്ക്ക് അതൊട്ടും പിടിച്ചിരുന്നില്ല. അങ്ങനെ മകളുടെ കല്യാണ സമയമായി. അയാൾ ഉള്ള സമ്പാദ്യവും കൊണ്ട് ഡ്രസ്സും സ്വർണവും എല്ലാം വാങ്ങി തിരിച്ചു വരുമ്പോൾ ഏറെ വൈകി. നല്ല മഴക്കാലമായിരുന്നു. പുഴയിലൂടെ വരുമ്പോൾ അയാൾ തോണിയിൽ കയറി. നല്ല മഴയും കാറ്റും കാരണം തോണി മറഞ്ഞു. നേരവും ഇരുട്ടിയിരുന്നു. സ്വർണവും എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ പോയി. കുറേ നേരം തിരഞ്ഞിട്ടും ലഭിക്കാത്ത സങ്കടത്തിൽ വീട്ടിൽ ചെന്ന് വാവിട്ട് കരയുന്ന അയാളെ നോക്കി ഭാര്യ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ്? എവിടെ നിന്ന് വെള്ളം ചേർത്തുവോ? ആ വെള്ളം തന്നെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഏത് കാര്യത്തെയാണ് തൽക്കാല ലാഭമായി കണ്ട് ചതിച്ചും വഞ്ചിച്ചും നേടുന്നത്, അത് തന്നെ പിന്നീട് പലപ്പോഴും നമുക്ക് വിനയായിട്ട് വരും. അതിനാൽ അർഹതയുള്ളതിനെ നിലനിർത്തുവാനും ചതിച്ചും വഞ്ചിച്ചും നേടിയതിനെ വിട്ടുകൊടുക്കുവാനും സാധിക്കട്ടെ. ഈശോയുടെ കൂടെ അർഹിക്കുന്നത് മാത്രം നേടിയെടുത്ത് അതിൽ പരാതിയും പരിഭവവും ഇല്ലാതെ അർഹിക്കാത്തത് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.